ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഈട്ടിസിറ്റിയിലെ യുവ കർഷകനായ ശ്രീ സജി KC-യുടെ നാണ്യവിള കൃഷിയിലെ അനുഭവ പാഠങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ പഞ്ചായത്തിലെ കിഴക്കേച്ചംകുളം ഈട്ടിസിറ്റി ഭാഗത്തെ ഒരു കർഷകനെയാണ്, യുവ കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഏലം കൃഷിയിൽ ശ്രദ്ധിക്കുന്നു, അതോടൊപ്പം തേയില കൃഷി ചെയ്യുന്നു, കുരുമുളക്, കൊക്കോ, കാപ്പി തുടങ്ങിയ ഇനം കൃഷികളിലെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു യുവ കർഷകനെയാണ് പരിചയപ്പെടുന്നത്. അത് സജി KC കളത്തിൽ. അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സജിച്ചേട്ടാ. നമസ്കാരം. സജിച്ചേട്ടൻ ഇപ്പം പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏലം അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു 1/2 ഏക്കറിന് മേളിൽ 1 ഏക്കർ അടുത്ത് തേയില കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളകുണ്ട്, കൊക്കോയുണ്ട്, ജാതി, കാപ്പി, പിന്നെ വാഴ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം മിക്സർ കൃഷിയാണ്. തനതായിട്ട് ഒരു കൃഷി മാത്രമല്ല, മിക്സറായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. സജീവമായിട്ട് കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? ചെറുപ്പം മുതലേ കൃഷിപ്പണിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇതൊക്കെ ഒരു ചെറുപ്പം ഒരു 18 വയസ്സൊന്നുമല്ല, അതിന് മുമ്പ് മുതലുള്ള കൃഷിയാണ്. പാരമ്പര്യമായിട്ട് കൃഷി ഇവിടെ തന്നെയാണ്. സ്കൂളിൽ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എത്ര വരെ പഠിച്ചു? SLC കുഞ്ചിത്തണ്ണി സ്കൂളിലാണ് SLC എഴുതിയത്. അതിനുശേഷം പിന്നെ SLC ഫെയിലായി, പിന്നെ കൃഷിയിലേക്ക് മാറി. അത് കഴിഞ്ഞ് വീണ്ടും പോയി SLC എടുത്തു. പിന്നെ കൃഷി തന്നെയാണ് സജീവമായിട്ട് ചെയ്യുന്നത്. ഈ ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊപ്പം ഒക്കെ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കൃഷി എന്തായിരുന്നു? അന്ന് കുരുമുളക് ആണ് മെയിൻ കൃഷി. കുരുമുളക്, പിന്നെ ഇഞ്ചി, കപ്പ, ചേന, ചേമ്പ്, കേപ്പ, കരനെല്ല് കൃഷി അതൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെയുള്ള നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളായിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ പറമ്പിലുണ്ടാകുമായിരുന്നു. അതായത് ജൈവ കൃഷി തന്നെയാണ്. രാസവളമൊന്നും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണ് ഈ രാസവളം കയറി വന്നേക്കുന്നത്. മറ്റേ അന്നൊക്കെ ചാണകം മാത്രം ഇട്ടിട്ടുള്ള ഒരു കൃഷി രീതിയായിരുന്നു. അന്നത്തെ ആ ഒരു ചെലവ് ഇപ്പോൾ അധികരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കൃഷിയുടെ ആ തനതായ ഗുണം ഇന്ന് കിട്ടുന്നില്ല നമുക്ക്. അന്നൊക്കെ പച്ചലവളവും ചാണകവും ഒക്കെ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി എല്ലാം രാസവളം ഇട്ടിട്ടിട്ട് മണ്ണിന്റെ ഘടന തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. പിന്നീട് ഈ കപ്പ അതുപോലെ ഇഞ്ചിയൊക്കെ കൃഷി പൊതുവെ ആളുകൾ ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണ്? ഉപേക്ഷിക്കാനുള്ള കാരണം വെച്ചാൽ നമുക്ക് ഇതിന്റെ ചെലവും വർഷത്തിൽ ഒരിക്കലും ഇത് ആദായം കിട്ടത്തുള്ളൂ. അന്നേരം ആ സമയത്ത് ഇതിന്റെ വില വളരെ പിന്നോട്ട് ഇടിഞ്ഞു പോയിട്ട് നമുക്ക് മുടക്കുന്ന മുതൽ പോലും കിട്ടാൻ മേലാത്ത ഒരു കണ്ടീഷൻ വന്നുകൊണ്ടാണ് ആളുകൾ ഈ കൃഷിയിൽ നിന്ന് ഇങ്ങോട്ട് പിന്മാറിയത്. പിന്നെ പശുവളത്തിലേക്കൊക്കെ മാറി. പക്ഷെ പശുവളത്തിൽ ലാഭമില്ലാത്ത രീതിയിലാണ് ഇപ്പം നടക്കുന്നത്. നമ്മുടെ ചെലവിനും അധികരിച്ച് നമ്മുടെ അധ്വാനം വെച്ച് നോക്കി കഴിയുമ്പോൾ അത് കിട്ടാത്തൊരു അവസ്ഥയാണ് നിലവിൽ കാണുന്നത്. അതുകൊണ്ടാണ് ആളുകൾ ഇപ്പം പെട്ടെന്ന് ഒരു വർഷത്തിൽ 5-6 തവണ ആദായം കിട്ടും, 40-50 കൂട്ടം കിട്ടുന്ന ഏലത്തിലേക്ക് തിരിയാൻ കാര്യം. ഈ ഏലം കൃഷി ആരംഭിച്ചിട്ട് ഏകദേശം എത്ര നാളുകളായി? ഏലം കൃഷി ഇപ്പോൾ നമ്മളിവിടെ തുടങ്ങിയിട്ട് ഒരു 6 വർഷം ആവുന്നുള്ളൂ. അതിന് മുമ്പ് കൊടിയും ഇതൊക്കെ ആയിരുന്നു. കൊടിയെല്ലാം കേട് വന്ന് അങ്ങനെ പോയി. പിന്നെ തേയില വെച്ചിട്ട് 30 വർഷത്തിന് മേളിലായി. 30 വർഷം. അത് 15 ദിവസം കൂടുമ്പോൾ ആദായം എടുക്കാം. അതിനും ലേബർ പ്രശ്നമുണ്ട്. ഇവരെ സമയത്ത് വന്ന് എടുത്തില്ലെങ്കിൽ നമുക്കിത് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വെട്ടി കളയാനേ പറ്റും. കൊളുന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ വരുമ്പോഴും അതിനകത്തും ഉണ്ട് പ്രശ്നം. പിന്നെ ഈ ഏലം ആണ് ഇപ്പോൾ, അതുകൊണ്ട് ഈ ഒരു വരുമാനമുള്ളതുകൊണ്ട് ഏലത്തിലേക്ക് മാറി നിൽക്കുന്നു. ഈ തേയില ഇപ്പം 30 വർഷം മുമ്പ് കൃഷി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ തേയില കൃഷി ചെയ്യാനായിട്ട് എന്താണ് ഇങ്ങനെ തോന്നാൻ കാരണം? അന്ന് ഇവിടെ ഈ തൊട്ടുകൊണ്ട് നമ്മുടെ ഒത്തിരി ആളുകൾ ഇടവേള കൃഷിയായിട്ട് ഇത് ചെയ്തു. അപ്പോൾ ഈ സൊസൈറ്റി ഇവിടെ കുഞ്ചിത്തണ്ണിയിലൊരു ഇതിൻ്റെ ഒരു സൊസൈറ്റി രൂപീകരിച്ച് വന്ന സമയത്ത് നമ്മൾ സാമ്പിളായിട്ട് വെച്ചതാണ്. പക്ഷെ അതേലും ഗുണമായി. അത് വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ ഭൂമി ഇങ്ങനെ കാണത്തില്ല. ഇതിലും മണ്ണ് ഒഴുകിപ്പോയി. ഇത് 1 ഇഞ്ച് മണ്ണ് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇത് കളയാതെ നിർത്തിയേക്കുന്നത്. നഷ്ടമാണെങ്കിലും ശരി, ഇത് നല്ല ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നു. ഇച്ചിരി ഇറക്കപ്പുറമുള്ള സ്ഥലമാണല്ലേ? നല്ല ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ കിളച്ച് പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയുടെ അവസ്ഥ ഇതായിരിക്കില്ല. ഈ റോഡ് വരെ കട്ടിങ്ങിലേക്ക് വന്നില്ല, ഒഴുകിപ്പോവും.
ഈ തേയില കൃഷി ചെയ്ത് എങ്ങനെയൊക്കെയാണ് അത് തൈയൊക്കെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്, അതിന്റെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറയാമോ? അത് തേയില നമ്മൾ കൊണ്ടുവന്ന നേഴ്സറി നമ്മുടെ മൂന്നാർ ഇവരുടെ കയറോപ്പിൽ നമുക്ക് തേയില മാട്ടുപ്പെട്ടി അങ്ങനെയാണ് വന്നത്. ഇത് വന്നിട്ട് നമ്മൾ ഈ ഒരു വളഞ്ഞിരിക്കുന്ന അലവാങ്ങുണ്ട്, അതിന് ഒരു 1.5 അടി കുഴി താത്തണം. എന്നിട്ട് ആ കൂട് അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ തന്നെ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ നനച്ചു കൊടുക്കണം, അത്രേ ഉള്ള ഇതേ ഉള്ളൂ. പിന്നെ ഇത് ഒരു 5 വർഷം കൂടുമ്പം കവാത്ത് 5 വർഷം കൂടുമ്പം കവാത്ത് ചെയ്യുക. പിന്നെ നമ്മൾ കൊളുന്നെടുത്തോണ്ടിരുന്നാൽ മതി. ഈ വളപ്രയോഗമൊക്കെ എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടോ? തൈ നട്ട് കഴിഞ്ഞുള്ള ഒരു 1-2 വർഷത്തേക്ക് പിന്നീട് അതുപോലെ മരുന്ന് കളിക്കേണ്ടി വരുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ എങ്ങനെ? എല്ലാ വർഷവും വളം ഇടണം. ഒരു വർഷത്തിൽ 2 വളമെങ്കിലും ഇട്ടിടണം. അത് ബാക്ടംബോസോ യൂറിയ അങ്ങനെയുള്ള സാധനം ഇടും. പിന്നെ ഓരോ കൊളുന്തെടുപ്പ് കഴിയുമ്പോഴും കൃത്യമായിട്ട് മരുന്നടിക്കണം. കൃത്യമായിട്ട് മരുന്നടിച്ചില്ലേ ഇതിൻ്റെ ഇലയ്ക്ക് പൊള്ളപ്പൊക്കെ വരും, ഒരു രോഗം ബാധിച്ച പോലെ. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിന് മരുന്ന് ടോണിക്കൊക്കെ ഉണ്ട് അടിക്കാൻ, ഇത് കൂടുതൽ കൊളുന്തുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ഏലത്തിനൊക്കെ ആണെങ്കിലും പരീക്ഷിച്ച ബുബസ്ത്ര എന്ന് പറഞ്ഞാൽ ആയുർവേദ പ്രോഡക്റ്റ് ഉണ്ട്, ബുബസ്ത്ര ഗ്രോമാജിക്. അത് ഇട്ട് കഴിഞ്ഞാൽ മണ്ണര അതിഭയങ്കരമായിട്ടുണ്ടാവും. അത് നമ്മൾ നമുക്ക് നിലത്ത് ഇങ്ങനെ ചവിട്ടാൻ പറ്റില്ലാത്ത പോലെ മണ്ണര ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഏലത്തിനൊക്കെ ആണെങ്കിലോ അല്ലെ കൊടിക്കാണെങ്കിലും ഒരു 5 ഗ്രാം ഇട്ട് കൊടുത്താൽ മതി. ഏത് കായ്ക്കാത്ത സാധനമാണെങ്കിലും 10 കായ ഉണ്ടാകുന്നത് 30 കായെങ്കിലും ഉണ്ടാവും. അത് ഗ്യാരണ്ടി. അത് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പദ്ധതിയാണല്ലോ അത്. ബുബസ്ത്ര 2 കിലോ പാക്കറ്റാണത്. അത് മണ്ണ് എത്ര നമ്മൾ ഒറ്റ മണ്ണാണെങ്കിലും ചെറ്റായിട്ട് കിടക്കുന്ന മണ്ണാണെങ്കിലും അവിടെ നല്ല ഫലപുഷ്ടിയായിട്ട് വേര് അതിഭയങ്കരമായിട്ട് റൂട്ടും എണ്ണൂർക്കുണ്ട്. മണ്ണര ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഈ തേയില കൊളുന്തെടുക്കുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ്? 15 ദിവസത്തിനുള്ളിൽ എടുക്കണം. ഒന്നെടുത്താൽ അടുത്ത 15 ദിവസം, 12 to 15 ദിവസത്തിനുള്ളിൽ എടുക്കണം. ഇത് നമ്മൾ കൊളുന്തെടുത്തിട്ട് എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? വിൽപ്പന നമ്മൾ പച്ച കൊളുന്ത് തന്നെ മൂന്നാർ, ചിലപ്പോൾ പെരിവര ആയിരിക്കും, ചിലപ്പോൾ മാട്ടുപ്പെട്ടി ആയിരിക്കും. അത് ഇവർ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഓരോ ഫാക്ടറിയിലും ഇത് കുറവനുസരിച്ച് അവരെ എടുക്കുള്ളൂ. അത് ഇച്ചിരി മൂത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വില കുറയ്ക്കാൻ തള്ളും, ഇതൊക്കെ ചെയ്യും. എത്ര രൂപ വരെ കൊളുന്തിന് വില കൂടിയത് കിട്ടിയിട്ടുണ്ട്? എത്ര രൂപ വരെ കിട്ടിയാൽ നമുക്കിത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 29 രൂപ വരെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. 29 രൂപ. ചില സമയത്ത് മഴ സമയത്ത് വില ഇവർ കുറയ്ക്കും. വില കുറയ്ക്കുമ്പോൾ അന്നേരം നമുക്ക് ഉൽപ്പാദനം കൂടുതലാണ്, പക്ഷേ വില കുറയ്ക്കും. വേനക്ക് നല്ല വിലയുണ്ട്, അന്നേരം നമുക്ക് ഉൽപ്പാദനം കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് നനയ്ക്കാനുള്ള സൗകര്യം വേണം. എത്ര രൂപ കിട്ടിയാൽ നമുക്ക് ലാഭകരമായിട്ട് ഒരുവിധം നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും? നഷ്ടമില്ല. ഇതിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലേബർ ചാർജ് വെച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെ പോലും കിലോയ്ക്ക് ഒരു 40 രൂപയ്ക്ക് മേലെ കിട്ടിയാൽ അത് മുതലാവുള്ളൂ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് കളയണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ ഭൂമിക്ക് ഒരു സംരക്ഷണവും കൂടി, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അല്ല ചില സമയത്ത് നമുക്ക് നഷ്ടമാണ്. എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ കൊളുന്തെടുക്കാനായിട്ട് എവിടെ നിന്നാണ് തൊഴിലാളികളൊക്കെ കിട്ടുന്നത്? തൊഴിലാളികൾ തമിഴ് ആളുകൾ പള്ളിവാസൽ അവർ ഞായറാഴ്ച ദിവസം വന്നിടും. കാരണം എസ്റ്റേറ്റ് പണിയില്ലാത്ത ദിവസം അവർ ഇങ്ങനെ ഈ മേഖലയിൽ വന്നിട്ട് അവർ ടീമായിട്ട് വന്നിട്ട് എടുത്ത് തീർത്തിട്ട് പോകും. ഇനി ഏലം കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതെല്ലാം ഇനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? നമ്മളിപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെച്ചേക്കുന്ന 9 ബോൾട്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. കാ നല്ല മുഴുപ്പിലും വെയിറ്റും കൂടുതലുള്ള ഇത്. അത് തണ്ട് വളരെ വലുതായി വളരില്ല, പക്ഷേ എന്നാലും തണ്ട് ചെറുതായിരിക്കും, പക്ഷേ നല്ല കാ ഭയങ്കര വലുപ്പമാണ്. പിന്നെ ഞള്ളാണിയുണ്ട്, ഞള്ളാണി തന്നെ 2-3 ഐറ്റം ഉണ്ട്. പിന്നെ കണിപ്പറമ്പെന്ന സാധനമുണ്ട്, ഏലൻ രാജയുണ്ട്, ഏലൻ റാണിയുണ്ട്, അങ്ങനെ പല ഐറ്റം സാധനങ്ങളുണ്ട്. അത് മിക്സഡായിട്ട് എല്ലാം ചെയ്യും. ഒരെണ്ണം തന്നെ ചെയ്ത് കഴിയുമ്പോൾ ഒരു രോഗപ്രതിരോധ ശേഷിക്ക് ഉത്തമം ഈ മിക്സർ കൃഷിയാണ്. കാരണം ഒരെണ്ണത്തിന് ഒരു അസുഖം പിടിച്ചാൽ മൊത്തത്തിൽ അതങ്ങനെ പോകും. ഇത് മിക്സർ കൃഷിയാണെങ്കിൽ അങ്ങനെ ബാധിക്കുക. ഇത് എത്ര അടി അകലത്തിലൊക്കെയാണ് നട്ടിട്ടുള്ളത്? നമ്മളൊരു 10 അടി അകലം.
10 8 to 10 അത് ചിലപ്പം മണ്ണിന് ഈ സ്ഥലത്തിന്റെ കിടപ്പൊക്കെ അനുസരിച്ച് ചിലപ്പം ഇച്ചിരി അടുത്തൊക്കെ വരാം. എന്നാലും സ്ക്വയർ അതായത് ഒരു ഏക്കറിൽ ഏകദേശം ഒരു ഏക്കർ 400 തൈ വെക്കാം. നല്ല ആയിട്ട് കിടക്കണം. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ 4 ഏക്കർ. ഈ 4 ഏക്കറിൽ കൂടുതലും ഏലം തന്നെയാണല്ലേ? ഏലം തന്നെയാ. അതിന്റെ ഇടവിളയായിട്ട് കുരുമുളകുണ്ട്, പിന്നെ മറ്റ് കാപ്പി അതും ഇതും കൃഷികളൊക്കെ ഉണ്ട്. കാപ്പി, കൊക്കോ, ജാതി ഉണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഐറ്റം ഉണ്ട്. റംബുട്ടാനുണ്ട്, പിന്നെ ഈ അവക്കോട എന്ന് പറയുന്ന സാധനം അതുണ്ട്, പിന്നെ ചാമ്പയുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ പ്ലാവ്, ചക്ക, പഴം ഇഷ്ടം പോലെ ലോഡ് കണക്കിന് ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകാൻ വേണം. അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഏലം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പല ഇനങ്ങൾ നട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമായിട്ട് തോന്നുന്ന ഏത് ഇനമാണ്? മെച്ചോട് നിന്ന് ഞെള്ളാണിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ നിലനിന്ന് കിട്ടും. അതായത് കൂടുതൽ തവണ എടുക്കാം. കണിപ്പറമ്പനും കായ്ക്കും പെട്ടെന്ന്, അത് 2-3 എടുപ്പിന് പെട്ടെന്ന് തീരും. 9 ബോൾട്ടും കായാണ്. പക്ഷേ മറ്റേത് 10 കായുള്ളപ്പോൾ ഇതൊരു 4 കായ ഉണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് മാനേജ് ചെയ്യും. ഈ 9 ബോൾട്ട് വലിയ കായാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മിക്സഡ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് ഒരെണ്ണം തീർത്ത് നമ്മൾ കളയുന്നില്ല, എല്ലാം മിക്സഡ് ചെയ്ത് വെക്കുന്നു. ഈ 9 ബോൾട്ട് ഉണങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഉണക്ക് എത്ര കിലോ പച്ച ഉണങ്ങിയാൽ 1 കിലോ ഉണക്ക് കിട്ടുന്നുണ്ട്? അത് വേനൽ സമയത്തൊക്കെയാണ് 4 കിലോയ്ക്ക് കിട്ടും. ഈ മഴ സമയത്താണെങ്കിലും ഞങ്ങൾ ഈ പ്രാവശ്യം എടുത്തപ്പോഴും 500, 5,200 1 കിലോ കിട്ടി. അപ്പം 9 ബോൾട്ട് അത്ര മോശമല്ല, നല്ല കൃഷിയാണ്. നല്ല കൃഷി. ലേബേഴ്സ് അത് എടുക്കുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് എടുക്കാൻ നല്ല നെല്ലിക്കാൻ മുഴുപ്പ് നല്ല മുഴുപ്പായതുകൊണ്ട് എടുക്കാൻ നല്ല താല്പര്യമാണ്. പെട്ടെന്ന് അവർക്ക് ബക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ നമുക്കും കാണുമ്പോൾ നല്ലൊരിതാണ്. ഈ ഏലം നമ്മൾ ഇങ്ങനെ ഇടകലർത്തി കൃഷി ചെയ്യുമ്പോൾ ഈ വളപ്രയോഗവും അതുപോലെ മരുന്നുകൾക്കെല്ലാം എല്ലാം ഒരുപോലെ തന്നെയാണോ? അതെ. അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏലത്തിനും തേയിലയ്ക്കും, ഏലത്തിനാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏലത്തിന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൊടി ഇതെല്ലാം അവൻ ഇതിൽ നിന്ന് എടുത്തോളൂല്ലോ. അപ്പോൾ ഏലത്തിനാണ് ശരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം. അപ്പോൾ ഈ മരുന്നടിക്കുന്നതുകൊണ്ട് പണ്ടൊക്കെ നമുക്ക് ഈ കൊടിയെല്ലാം പഴുത്ത് തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ആ കേടൊക്കെ മാറി. വാഴയ്ക്കാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാനും ഉപയോഗിക്കാനും വേണ്ടിയുള്ള വാഴയ്ക്ക് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ മരുന്ന് നമ്മൾ അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ പുഴു ശല്യമൊന്നും അതിനകത്ത് വരത്തില്ല. വരത്തില്ല. ഏലം നമ്മൾ ഒരുക്കിയൊക്കെ നിർത്തുമല്ലോ, അതൊക്കെ എത്ര തവണയൊക്കെ ചെയ്യാറുണ്ട്? ഏലം ഒരുക്കുന്ന പറഞ്ഞാൽ ആ ഒരു വർഷത്തിൽ 2 ട്രിപ്പെങ്കിലും ഒരുക്കണം. അത് പിന്നെ ഇനിയിപ്പോൾ സീസൺ ആകുമ്പോൾ ഡിസംബർ ആകുമ്പത്തിന് മൊത്തം ഒരുക്കി തട കൂട്ടി, അതായത് മണ്ണും ഇട്ട് വളം കലക്കി ഒഴിക്കും. ഇതിനകത്ത് ഒഴിച്ച് അങ്ങനെ നിർത്തും. അപ്പോൾ ഈ വേനലെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചോട്ടിൽ കവി ഇടുന്ന പോലെ ചപ്പ് തന്നെ മൊത്തം ഇട്ട് വെക്കും. അപ്പോൾ പൊത ഇടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലേ? അതുപോലെ മണ്ണിടുക, അതിനുശേഷം പൊത ഇടുക. അപ്പോൾ പൊതയിടുന്നതിന് മുമ്പ് ഒരു വളപ്രയോഗം കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നായിരിക്കും. ആ പൊത ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പ് അവിടെ നിൽക്കും. ചില മേഖല ഈടെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ചില രാജകുമാരി ഭാഗത്ത് ഒരു ഏലത്തിന്റെ ചുവട്ടിൽ ഒരു നമ്മുടെ ചണച്ചാക്കുണ്ടല്ലോ, പഴയ ചാക്ക് കീറിയിട്ട് വിരിച്ചിട്ടേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്ന് നനച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം നനവ് നിൽക്കും എന്ന് പറഞ്ഞാൽ ഈ പൊതയിടിയിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ പലരും തോട്ടത്തിൽ കാണുന്ന ഏലം കൃഷി സ്ഥലത്ത് അടിച്ച് വാരി ഇട്ടേക്കുന്ന പോലെ ക്ലീൻ ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഈ പറിക്കുന്ന ചപ്പ അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഈ പൊതയായിട്ടുണ്ട്. അപ്പൊ ഈ വേര് ഓടാനും മണ്ണിന് ഇളക്കുണ്ടാവും, അതിന്റെ ആഹാരം വലിക്കാനും. ഇത് എല്ലാവരും ഇത് പറിച്ചിട്ട് അടിച്ച് തൂത്ത് വാരി എവിടെയെങ്കിലും കൊണ്ട് കുമിച്ചു വെക്കും. അപ്പൊ അതിൽ നല്ല നിരന്ന് കിടക്കുവാണെങ്കിൽ ആ മണ്ണിന് ഇളക്കൊണ്ട് ഈ വേര് ഓടാൻ കൂടുതൽ സെറ്റപ്പാവും. മുഴുവൻ പറമ്പ് അല്ലെങ്കിൽ കൃഷിസ്ഥലം ക്ലീൻ ആക്കി ഇടാതെ കുറച്ച് ചപ്പുകൾ ഇടുകയാണ് നല്ലതെന്നാണ് സജിചേട്ടൻ പറയുന്നത്, അല്ലേ? ഈ ഏലത്തിന്റെ ഇപ്പം നമ്മൾ നട്ട് എത്ര വർഷമാകുമ്പോഴത്തേക്കും നല്ല ആദായം കിട്ടിത്തുടങ്ങും? നല്ലോണം വെച്ച് നമ്മൾ അതേ റൂട്ട് കറക്റ്റ് പണിയാണ്. കറക്റ്റ് 18-ാം മാസത്തിൽ ആദായം ആകും. എന്ന് പറഞ്ഞാൽ ചെറിയ ആദായം, ഒരു 4-5 ശരമൊക്കെ ആകത്തുള്ളൂ. 2-ാം വർഷം 3-ാം വർഷം മുതൽ ഏറ്റവും നല്ല ടോപ്പിലേക്ക് ആദായം കിട്ടും. വിളവെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ തൊഴിലാളികളെ കിട്ടുന്നുണ്ടോ, അതോ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടോ? അതും ആശ്രയിക്കുന്നുണ്ട്. ഇവിടുത്തെ തൊഴിലാളികളുടെ ഇത് വെച്ച് നമുക്ക് എടുത്ത് തീരാൻ സമയങ്ങളെടുക്കും. അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെയും വിളിക്കും. ഇവരും കൂടി മിക്സിങ് ആയിട്ടാണ് പണിയുന്നത്. അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ആളുകളെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിൽ എത്ര തവണ ഏലത്തിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു വർഷത്തിൽ 5 തവണ വരെ എടുത്തിട്ടുണ്ട് നമ്മൾ, ഒരു 40 ദിവസം കൂടുമ്പോഴേ. ഇപ്പം അത് കഴിഞ്ഞ വർഷം ഒന്നും അത്രയില്ല, വേനൽ വന്നുകൊണ്ട് അങ്ങനെ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു 5 തവണ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 3-ാമത്തെ തവണയാണ്. ഇനിയും സുഖമായിട്ട് 2 തവണ എടുത്ത് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് തപ്പിപ്പറിക്കാൻ കിട്ടും.
അത് നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ വർഷത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ വിളവ് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? ഉണ്ട്. ഈ പ്രാവശ്യം മഴ നമുക്ക് പ്രതീക്ഷിക്കുന്നത് മഴയും കിട്ടിയ അതുപോലെ തന്നെ വെയിലും കിട്ടിയ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഇപ്പം എന്നാൽ ഇച്ചിരി മഴ ഇച്ചിരി കൂടുതലായെങ്കിലേ ഉള്ളൂ. ചിലയിടത്തൊക്കെ 1-2 തട്ടയൊക്കെ മറിയിച്ചു തുടങ്ങി. ചില തോട്ടമൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ആളുകൾക്ക്. നമുക്കങ്ങനെ ഇത്രയും നീർവാഴ്ചയും ഉള്ളതുകൊണ്ട് നമുക്ക് ബാധിക്കുന്നില്ല. നല്ല ഇറക്കമായിട്ടേ. അതല്ലെങ്കിൽ ഈ നിരപ്പ് സ്ഥലമോ ചതുപ്പൊക്കെ ആണെങ്കിൽ മറിയും. ഈ കൂടുതലായിട്ട് രോഗങ്ങൾ അതുപോലെ കീടബാധകളൊക്കെ എന്തൊക്കെയാണ് കണ്ടുവരുന്നത് ഏലത്തിന്? ഏലത്തിനുണ്ട് ഈ വേരിനുള്ള പ്രശ്നമാണ് കാണുന്നത്. അതായത് അത് പിന്നെ ഈ പഴുപ്പായിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ അതും കണ്ടില്ല. ഞാൻ ഈ ഭൂവസ്ത്രം സാധനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ആ വേരിനെ നല്ല പ്രൊട്ടക്റ്റാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. പിന്നെ ഈ മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞ ഇത് വന്നായിരുന്നു. അതിന് നമ്മുടെ ഇതിനകത്ത് ഒരു MI സിട്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, ആയുർവേദം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഏലം വെട്ടിക്കളയേണ്ടി വരികയില്ല. അങ്ങനെയുണ്ട്. ഇത് പകർച്ചവ്യാധി MI സിട്ര അല്ലേ? അത് എവിടെയാണ് കിട്ടുന്നത്? നമുക്ക് അവിടെ അടുത്ത് അതിന്റെ ഷോറൂം നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് കോട്ടയത്ത് നിന്ന് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കുള്ളോട് പറഞ്ഞാൽ നമുക്ക് ആർക്കും വേണം നമ്മളത് എത്തിച്ചു കൊടുക്കും. അത് കോട്ടയത്തുണ്ട്, കോലഞ്ചേരി, മൂവാറ്റുപുഴ, ഇവിടെയൊക്കെ ഷോറൂമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന കട്ടപ്പന അത് കഴിഞ്ഞാൽ അടിമാലി വരും. കഴിഞ്ഞ് അങ്ങനെ ഓരോ ടൗണിലേക്ക് വരും. ഇപ്പോൾ 36 അല്ല 66 അടുത്ത ഷോറൂമുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിന്റെ എന്താ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് 4 വർഷം. അപ്പോൾ കർഷകർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ MI സിട്ര എന്ന മരുന്നാണ്, ആയുർവേദ മരുന്നാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊസൈക്ക് രോഗം ഏലത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് സജിചേട്ടൻ പറയുന്നത്. അപ്പോൾ സജിചേട്ടൻ്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പർ 82 81 657 483. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ശ്രോതാക്കൾക്ക് ഈ MI സിട്ര എന്ന മരുന്ന് എത്തിച്ചു തരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അത് മൊസൈക്ക് രോഗത്തെ തടയുമെന്നാണ് അനുഭവത്തിൽ നിന്ന് പറയുന്നത് അല്ലേ? അതെ. അതിനാൽ ഒരു 12 വർഷമായിട്ട് എൻ്റെ സുഹൃത്തിന് കായ്ക്കുന്നുണ്ട്. മച്ചിങ്ങ ഉണ്ടാവും, പൊഴിഞ്ഞു പോകും. അത് ഒരു 150 ഗ്രാം ബുബസ്ത്രയും ഗ്രോമാച്ച് കൂടി മിക്സ് ചെയ്തിട്ട്, ബുബസ്ത്ര എന്ന് പറഞ്ഞാൽ 2 കിലോയാണ്. അതിൻ്റെ കൂടെ 100 ഗ്രാം സാധനം ഗ്രോമാച്ചിക്ക് അതുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ 150 ഗ്രാം ഇട്ട് കഴിഞ്ഞപ്പം അവൻ ഫോട്ടോ എടുത്ത് എന്നെ കൊണ്ട് ഇന്ന് ഫോട്ടോ എടുപ്പിച്ചു. ഇപ്പോൾ 2 തെങ്ങും കായ്ച്ച് അവൻ കരിക്ക് വരെ വെട്ടി കുടിക്കാൻ തുടങ്ങി. അപ്പം അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് സാധനം. 150 ഗ്രാം മതി തെങ്ങിന്. അത് കൊടിയാണെങ്കിൽ ഈ കൊമ്പിറങ്ങി പോകുന്ന കൊടിയൊക്കെ ആണെങ്കിൽ ഒരു 30 ഗ്രാം ചുവട്ടിലിട്ട് കൊടുത്താൽ തൈക്കൊടി പോലെ തളർത്ത് വരും, കയറി വരും. അതല്ല കുരുമുളകിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലാതെ മണി പിടിക്കുകയും ചെയ്യും. ഈ അവിടെ ഇവിടെ പിടിക്കുന്ന നിറച്ച് തിക്കി ആയിട്ട് പിടിക്കും. അങ്ങനെയുള്ള ഗുണമുണ്ടാകും ആ മരുന്ന്. ഏലക്ക എടുത്തു കഴിഞ്ഞാൽ ഉണങ്ങിയെടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? നമുക്ക് സ്വന്തമായിട്ട് സ്റ്റോറുണ്ടോ അതോ അടുത്തുള്ള മറ്റെവിടെയെങ്കിലും സ്റ്റോറിൽ കൊണ്ടുപോയി ഉണക്കാണോ ചെയ്യുന്നത്? സ്വന്തമായിട്ട് നമുക്ക് സ്റ്റോറില്ല. നമ്മൾ അടുത്ത ഇഷ്ടം പോലെ സ്റ്റോറുകളുണ്ട്. നമ്മൾ ഈ മുതുവാടി എന്ന് പറയുന്ന ആ സ്റ്റോറിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അത് 1 കിലോയ്ക്ക് 12 രൂപ വെച്ച് റേറ്റ് കൊടുക്കണം ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഈ വർഷം ഒരുവിധം മാന്യമായ വില ഏലത്തിനും മറ്റു ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. ഈ വർഷം ഇപ്പോൾ കാപ്പിക്കുരിനാണെങ്കിലും ഏലത്തിനാണേലും ഒക്കെ നല്ല വിലയാണ്. കാപ്പിക്കുരിന് ഇപ്പോൾ നല്ല ടോപ്പ് വിലയുണ്ട്. ജാതിക്കായും എല്ലാത്തിനും വിലയുണ്ട്. ഏലത്തിനാണേലും കുഴപ്പമില്ല. കൃഷിക്കാർക്ക് ഒരു ദോഷമില്ലാത്ത രീതിയിലുള്ള വില ഈ പ്രാവശ്യം ഉണ്ട്. പൊതുവെ കർഷകരെല്ലാം ഈ വർഷം വളരെ ഉന്മേഷത്തിലാണ് എന്ന് തോന്നുന്നു അല്ലേ? അതെ. ഈ വർഷം ഉണ്ട്. ഇത് വില കുറഞ്ഞു പോയാൽ നമ്മുടെ ചിലവ് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തെ ചിലവുണ്ട്. എന്നാൽ ഈ വിലയുള്ളതുകൊണ്ട് അത് ചെയ്ത് പോകും. കുഴപ്പമില്ല. ഒരു അത്യാവശ്യം ബാലൻസ് നമുക്ക് വരും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, മരുമോളുണ്ട്, മോൻ കൊച്ചുണ്ട്. അങ്ങനെ 4-5 പേര്. അമ്മയുണ്ട്, പിന്നെ അനിയൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാവരും. അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്നു അല്ലേ? ഈ കൃഷിയിലേക്ക് രാവിലെ ഏത് സമയത്ത് പറമ്പിലേക്ക് ഇറങ്ങും? അത് പിന്നെ എത്ര മണി വരെ പറമ്പിൽ പണിയും? എങ്ങനെയൊക്കെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് പണിക്കാൻ ലേബർ ഒക്കെ വരുമ്പം 8:30-9 മണിയൊക്കെ ആകും. പക്ഷെ നമ്മൾ നോക്കില്ല. നമ്മൾ ചിലപ്പോൾ 6 മണിക്ക് തന്നെ ഇറങ്ങി എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് ഇറങ്ങും. പണി ലേബേഴ്സൊക്കെ നിൽക്കുന്ന 3:30 ആകുമ്പോൾ അവർ നിർത്തിപ്പോകും. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ 6 മണിയൊക്കെ നിന്ന് പണിയും. എന്തായാലും ചെറിയ പണികളായിട്ടൊക്കെ പണിയും. അങ്ങനെ ഇന്ന കൃത്യസമയമില്ല, കാലത്ത് തന്നെ ഇറങ്ങും. കാരണം പണിയുണ്ട്, എപ്പോഴും എന്തെങ്കിലും പണി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ എന്നാലും മിനിമം 8 മണിക്ക് എന്തായാലും പണിക്ക് തുടങ്ങും. പിന്നെ സ്വന്തം നമ്മുടെ പറമ്പിൽ പണിയുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്കത് അതനുസരിച്ച് പണികൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ചെയ്യും. കാരണം ഇപ്പോൾ ഒരാഴ്ചത്തേനും നമുക്ക് മാറാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കൃഷിപ്പണി നമ്മുടെ സ്വന്തം പറമ്പിലെ പണിയായതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് അതിനൊന്നും ഒരു തടസ്സമില്ല. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനത്തെ യാതൊരു ഇതും നമുക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അത് നോക്കിയിട്ടില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കൃഷിഭവനുകളിൽ നിന്നൊക്കെ സഹായ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കൃഷിഭവനിൽ നിന്ന് ഉപദേശങ്ങളൊന്നും അങ്ങനെ വന്ന് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെന്തെങ്കിലും അപേക്ഷ വെച്ചാൽ പച്ചക്കറി വിത്ത് അതൊക്കെ അങ്ങനെ കിട്ടുന്നുള്ളതല്ലാതെ ഇവർ കൃഷി ഓഫീസറിൽ നിന്ന് ഇവിടെ അങ്ങനൊന്നും ഒരു ഉപദേശം തരാൻ അങ്ങനൊന്നും വന്നിട്ടില്ല.
എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്? നമ്മളിത് പാരമ്പര്യമായിട്ട് ഒരു കൃഷി ഇതാളുണ്ട്. നമ്മുടെ തൊട്ടടുത്തും കൃഷിക്കാരുണ്ടല്ലോ, കാരണന്മാരായിട്ടുള്ള ആളുണ്ട്. അവരോട് ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വിദഗ്ധമായിട്ട് ഇപ്പോൾ പുതിയ പഠിച്ചു വരുന്ന പിള്ളേർ ടെക്നിക്കൽ മാത്രം ഇതല്ല, ഇത് ശരിക്കും പ്രവൃത്തി പരിചയം കൊണ്ട് പഠിച്ചു വന്നേക്കുന്നത്. അവരോടുള്ള അടുത്തുനിന്നാണ്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നല്ല കൃഷിക്കാരെ നമ്മൾ ചോദിക്കുക അതിനെന്താ ചെയ്യേണ്ടത്, ഇപ്പം അവരിപ്പം ഞങ്ങൾക്ക് വിദ്യകൾ പറഞ്ഞു തരും. അപ്പം അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുവെ സന്തോഷകരമായിട്ട് അത് ഉന്മേഷത്തോടു കൂടി കൃഷിയിൽ തന്നെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ 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 കാർഷിക പ്രവർത്തനങ്ങളിൽ ഇത് സംതൃപ്തനാണ്. അതെ അതെ. കാർഷിക പ്രവർത്തനം പറഞ്ഞാൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സന്തോഷമാണ്. നമ്മൾ മറ്റുള്ള ഏത് ബിസിനസ് ചെയ്താലും ടെൻഷന് അങ്ങനെ പ്രശ്നമുണ്ട്, പൈസ പ്രശ്നം. ഇതല്ല, ഇത് നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ചില സമയത്ത് വെച്ച് ടൈറ്റൊക്കെ വന്നാൽ പോലും മനസ്സിന് നല്ല സന്തോഷമാണ്. അങ്ങനെ പല വിളകൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്നിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അതല്ല, നമുക്ക് കഴിക്കാനുള്ള സാധനം പോലും, നമുക്ക് കറി വെക്കാൻ പോലും നമ്മൾ വളരെ അപൂർവമായിട്ടാണ് പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഉണ്ട്. പച്ചക്കറി ചീരയൊക്കെ അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പറമ്പിലുണ്ടാവുന്നുണ്ട്. ഈ കുട്ടത്തക്കാളി എന്ന് പറയുന്ന സംഭവം, അതൊക്കെ ഭയങ്കര എഫക്റ്റുള്ള സാധനം നമുക്ക് കഴിക്കും. ഇതൊക്കെ ആളുകൾ വെറുതെ കളയുക, പക്ഷെ നമ്മളിവിടെ അതൊന്നും കളയല്ല. അതുപോലെ ഈ കാന്താരി ചുണ്ടയുടെ അതൊക്കെ നമ്മൾ പറമ്പിൽ ഇടയ്ക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാ പറിച്ചിട്ട് അതൊക്കെ അങ്ങനെല്ലാം ചെയ്യുന്ന. അങ്ങനെ കൂടുതലും പച്ചക്കറി അങ്ങനെ അധികം മേടിക്കാറില്ല. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ അതെ. വെള്ളത്തൂൽ പഞ്ചായത്തിലെ കിഴക്കേച്ചെങ്കുളം ഈട്ടി പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ സജി KC കളത്തിലാണ് ഇത്രയും നേരം തൻ്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഈട്ടി യുവ കർഷകനായ ശ്രീ സജി KCയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. മടിശീല നിറയ്ക്കും മധുരക്കനി മാംഗോസ്റ്റീൻ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KM സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നും. പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാംഗോസ്റ്റീൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ്. കുടംപുളിയുടെ അടുത്ത ബന്ധു. ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാംഗോസ്റ്റീൻ ഇന്ത്യയിലെത്തി. തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ. വിത്ത് വഴിയാണ് മാംഗോസ്റ്റീൻ്റെ പ്രജനനം. പാകമായ കായകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് 5 ദിവസത്തിനകം നടണം. വിളവെടുത്തയുടൻ നടുന്ന വിത്തുകൾക്ക് 96% മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട്. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 1 മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും. 3 ആഴ്ച മതി വിത്ത് മുളയ്ക്കാൻ. കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവവളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക. 50 വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം 45 കിലോഗ്രാം, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവയിലേതെങ്കിലും 2 അല്ലെങ്കിൽ 3 കിലോ, എല്ലുപൊടി 1-2 കിലോ ഇങ്ങനെ നൽകണം. രാസവളം 17:17:17 മിശ്രിതം മരം ഒന്നിന് 1 കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം. ഇലകൾ, വാഴപ്പിണ്ടി, തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതയിടാം. വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം. തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത്. വയനാട്ടിൽ സാധാരണ മാർച്ച് ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം. ശിഖരങ്ങളുടെ അഗ്രത്തായി 5 മുതൽ 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക. വൈകിട്ട് 5:30 മുതൽ 6 വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത്. കായകളുണ്ടായി 100-120 ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത്. കായ പിടിച്ച് 30 ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും. മൊത്തം കായപിടുത്തത്തിൻ്റെ 41% കൊഴിഞ്ഞു പോകുന്നു. നന്നായി നനച്ചു വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം. കായകൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ്. കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ്. ഒരു മരത്തിൽ നിന്ന് 400 മുതൽ 500 വരെ കിലോ പഴങ്ങൾ ലഭിക്കും. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം. സമതലങ്ങളിൽ ഇത് ഏപ്രിൽ, ജൂലൈയും. നല്ല പച്ച നിറമുള്ള കായ്കൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് 25% വരെ പർപ്പിൾ നിറമാകും. ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത്. ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം.
കായ പറിച്ച് ഏകദേശം 90 ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറം മാറ്റം ഉണ്ടാകും. ക്രമമില്ലാത്ത കായപിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം. തുടക്കത്തിൽ 200 മുതൽ 300 കായകൾ വരെ പിടിക്കും. ഇത് ക്രമേണ 1200 മുതൽ 1500 കായകൾ വരെയാകും. കാലാവസ്ഥ, മണ്ണിൻ്റെ സ്ഥിതി, കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായപിടുത്തം വ്യത്യസ്തമാണ്. മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാംഗോസ്റ്റീൻ്റെ പഴുത്ത കായകൾ ഒരാഴ്ചയിലേറെ കേടുകൂടാതെ സൂക്ഷിക്കാം. ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം 36 ദിവസം വരെ നീളും. പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി, കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ 12 ദിവസം വരെ കേടാകുകയില്ല. ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായകൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്. രോഗബാധയില്ലാത്ത, മുറിവ് പറ്റാത്ത, ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന്. 50 മുതൽ 55 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ വെച്ചാൽ 3-4 ആഴ്ച വരെ കേടാകുകയില്ല. ഔഷധ ഗുണവുമുണ്ട് മാംഗോസ്റ്റീന്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം. കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണം അകറ്റാനും ഇതിന് കഴിയും. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മാംഗോസ്റ്റീൻ നന്നായി വളരും. കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും. പ്രാദേശിക വിപണിയിൽ മാംഗോസ്റ്റീൻ അപൂർവമായേ കിട്ടാറുള്ളൂ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. 1 കിലോഗ്രാമിൽ 10 മുതൽ 15 കായകൾ വരെ കാണാറുണ്ട്. കാർഷിക അറിവുകൾ, സജി കേസിയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻപ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.